മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 124. ഇന്നത്തെ ദർസിൽ ബാബു മാ ജാഅ മിനത്ത് തൗലീദി ഫീമൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ ഫകൈഫ ഇദാ അബദഹു എന്ന അധ്യായമാണ് പറയുന്നത്. കിതാബ് തൗഹീദിലെ ഈ അധ്യായം മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. അതിനെ തുടർന്നുള്ള ഷറഹ് അടുത്ത ദർസുകളിലുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. അധ്യായം മാ ജാ വന്നത് സംബന്ധിച്ച് പിന്നെ തവരീദ് താക്കീത് ചെയ്യുന്നത് വിഷയത്തിൽ, ഫീമൻ ഒരാളുടെ വിഷയത്തിൽ, അബദല്ലാഹ അള്ളാഹുവിനെ അയാൾ ആരാധിച്ചു, ഇന്ദ ഖബ്രി റജുലിൻ സ്വാലിഹിൻ സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത്, സ്വാലിഹായ മനുഷ്യൻ്റെ ഒരു നല്ല മനുഷ്യൻ്റെ അല്ലെങ്കിൽ നല്ല മനുഷ്യനായിട്ട് അറിയപ്പെട്ട ഒരാളുടെ ഒരു ഖബർ, ആ ഖബറിൻ്റെ അടുത്ത് അള്ളാഹുവിനെ ആരാധിച്ചു. ആ ഖബറാളിയല്ല ആരാധിച്ചത്, ഖബറാളിയോട് തേടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ വന്നിട്ടുള്ള താക്കീത് അതുപോലും പാടില്ല എന്ന്. ഫൈഫ ഇതാ അബദു, അപ്പം പിന്നെ ആ ഖബറാളിയെ ഇബാദത്ത് ചെയ്ത് ആരാധിച്ചാൽ എങ്ങനെയായിരിക്കും? അതിനേക്കാളും ഗൗരവതരമായിരിക്കുമല്ലോ, അതിൻ്റെ ഗൗരവം പറയേണ്ടതില്ലല്ലോ എന്നതാണ്. ഇതാണ് അധ്യായത്തിൻ്റെ പേര്. ഫി സ്വഹീഹി അൻ ആയിഷത്ത, സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ നിന്നുള്ള നിവേദനം. അന്ന ഉമ്മ സലമത്ത ദക്കറത്ത് ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനീസത്തൻ റഅത്ഹാ ബി അർദിൽ ഹബശ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ദക്കറത്ത് അവർ പരാമർശിച്ചു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കനീസത്തൻ ഒരു കനീസ ഒരു ചർച്ചിനെ സംബന്ധിച്ച്. റഅത്ഹാ അവൾ കണ്ട ബി അർദിൽ ഹബശ എത്യോപ്യയിലെ ഹബശ പ്രദേശത്ത് രാജ്യത്ത്. വമാ ഫിഹാ മിന സുവരി ആ കനീസയിൽ ചർച്ചിലുണ്ടായിരുന്ന രൂപങ്ങളെ സംബന്ധിച്ചു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലായിക ഇദാ മാത ഫീഹിം അർറജുലു സ്വാലിഹ്. ഉലായിക അക്കൂട്ടരുണ്ടല്ലോ അവർ, അതായത് നസാറാക്കൾ, യഹൂദികളും നസാറാക്കളൊക്കെ, ഇദാ മാത ഫീഹിം അവരുടെ കൂട്ടത്തിൽ മരിച്ചാൽ അർറജുലു സ്വാലിഹു സ്വാലിഹായ ഒരു മനുഷ്യൻ, അവിൽ അബ്ദു സ്വാലിഹു അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ദാസൻ എന്നാണ് നബി പറഞ്ഞു. ബനൗ അവർ പണിയും അലാ ഖബ്രിഹി ആ സ്വാലിഹായ മനുഷ്യൻ്റെ ഖബറിൻ്റെ മേൽ മസ്ജിദൻ ഒരു മസ്ജിദ് പണിയും. വസവ്വറു ഫിഹി എന്നിട്ട് ആ മസ്ജിദിൽ അവർ സ്ഥാപിക്കും തിൽക സുവറ ആ രൂപങ്ങളെ, അതായത് ഈ മരിച്ചുപോയ ആളുടെ രൂപങ്ങളൊക്കെ. ഉലായിക കൂട്ടർ ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരായ ഷർറിൻ്റെ ആളുകളാണ് എന്ന്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഹഉലായി അപ്പോൾ ഈ കൂട്ടർ ജമഉ ബൈന ഫിത്നതൈൻ രണ്ട് ഫിത്നകൾക്കിടയിൽ ജമഅ ചെയ്തു, രണ്ട് ഫിത്നകളെ രണ്ട് നാശങ്ങളെ ഒരുമിപ്പിച്ചു. എന്താണെന്ന്? ഫിത്നത്തിൽ കുബൂരി ഖബറുകളുടെ ഫിത്ന, ഖബറുകളായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ നാശത്തിൽപ്പെടുക. വഫിത്നത്ത് തമാസീൽ ബിംബങ്ങൾ ഉണ്ടാക്കുന്ന രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലെ ഫിത്ന. ഈ രണ്ട് ഫിത്നയും കൂടെ യോജിച്ചു വന്നു. വലഹുമാ അൻഹ ഇനി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ ഉള്ള റിപ്പോർട്ട് സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിനും വന്നിട്ടുള്ളത്. ഖാലത്ത് അവർ പറഞ്ഞു, ലമ്മാ നസല ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചപ്പോൾ അതായത് മരണമാസന്നമായിട്ടുള്ള രോഗമായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഖം വജ്ഹിൽ ഒരു പുതപ്പ് ഖമീസത്ത് ഇടാൻ തുടങ്ങി. ഫഇദാ ഉതമ്മ ബിഹാ കശഫഹ അങ്ങനെ അവിടുന്ന് ശ്വാസം മുട്ടുമ്പോൾ ഈ ഉത്തമ്മാരുടെ ശ്വാസം മുട്ടുമ്പോൾ നബി എന്ത് ചെയ്തു? ആ ഖമീസ് ആ പുതപ്പ് മാറ്റും. ഖാല വഹുവ കദാലിക അങ്ങനെ ഇരിക്കെ ആ ഒരു അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രയാസപ്പെടുന്നൊരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അമ്പിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയ യഹൂദി നസ്വാറാക്കൾക്ക് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ എന്ന്. ഇതിലൂടെ
ആ ശാപവാക്കളിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്താണ്? യുഹദ്ദിറു മാ സ്വനഉ, അവർ ഉണ്ടാക്കിയത്, അവർ ചെയ്ത ആ പ്രവൃത്തിയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ആർക്ക് മുന്നറിയിപ്പ്? മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുക, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോവുക. ഇനി നബിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഖബറുകളെ ആരാധിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അതിനാണ് നബി മുന്നറിയിപ്പ് നൽകുന്നത്. വലൗലാ ദാലിക, അതല്ലായിരുന്നുവെങ്കിൽ, അതായത് അങ്ങനെ ഒരു ഭയം ഇല്ലായിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദാക്കപ്പെടും എന്നൊരു ഭയം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഉബരീസ ഖബറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രൊജക്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അതായത് അത് പരസ്യമായി കാണത്തക്ക വിധത്തിൽ ആക്കുമായിരുന്നു എന്ന്. വൈറ അന്നഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദ, എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദാക്കപ്പെടും എന്ന് ഭയന്നു എന്നതാണ്. അതിനെ സംബന്ധിച്ച് അനുചരന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി, സ്വഹാബാക്കൾക്ക്. ആ മുന്നറിയിപ്പ് മുസ്ലിം ഉമ്മത്തിന് മൊത്തം ബാധകമാണ്. ഇനി വലി മുസ്ലിമിൻ അൻ ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് ഖാല, മുസ്ലിം റഹിമഹുല്ലാഹ് അവർകളിൽ നിന്നുള്ള സഹീഹ് മുസ്ലിമിന്റെ റിപ്പോർട്ട്, ജുന്ദുബ് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിൽ നിന്നുള്ള ഉദ്ധരണിയാണ്, ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യമൂത ബിഖംസിൻ, സമയത്തു ഞാൻ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബ്ല അൻ യമൂത ബിഖംസിൻ, അവിടുന്ന് വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ്, 5 ദിവസം മാത്രം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ്? വഹു യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട്, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീല, നിങ്ങളിൽ നിന്നൊരു ഖലീൽ ഉണ്ടാവുക എന്ന വിഷയത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് ഒഴിവാകുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാവില്ല. അങ്ങനെ എനിക്ക് ഒരു ഖലീൽ, വളരെ പ്രിയപ്പെട്ട ഒരു ഖലീൽ എന്നത്. കാരണം എന്താ? ഫഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല, കാരണം അള്ളാഹു എന്നെ ഖലീലായി തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവൻ്റെ ഉറ്റവനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല, ഏതുപോലെ അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഖലീലായി തിരഞ്ഞെടുത്ത പോലെ. അപ്പോൾ ഖലീലുല്ലാഹ് എന്ന പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമക്ക് മാത്രമുള്ളതല്ല. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മതി ഖലീല, ഇനി ഞാനെങ്ങാണ്ട് എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു ഖലീലിനെ, ഉറ്റയാളെ തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ, ലത്തഖദതു അബൂബക്കറിൻ ഖലീല, അബൂബക്കറിനെ ഞാൻ എൻ്റെ ഖലീലായി തിരഞ്ഞെടുക്കുമായിരുന്നു. അറിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്ന ഭാഗം, وإن من كان قبلكم كانوا يتخذون قبور أنبيائهم مساجد, നിങ്ങൾക്ക് മുമ്പുള്ളവർ, അതായത് യഹൂദി നസാറാക്കൾ, അവർ എന്ത് ചെയ്തു? അവരുടെ അമ്പിയാക്കളുടെ, നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കുമായിരുന്നു. അറിയണം. ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുത്. ഫഇന്നി, നിശ്ചയം ഞാൻ, അൻഹാകും അൻ ദാലിക, നിങ്ങളെ അതേ തൊട്ട് നിരോധിക്കുന്നു. എന്നിട്ട് തുടർന്ന് പറയണേ എന്താണ്? ഫഖദ് നഹാ അൻഹു ഫി ആഖിരി ഹയാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ആണ് എന്ത് ചെയ്തത്? ഈ ഖബറുകളെ മസ്ജിദാക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നിരോധനം പറഞ്ഞത്. പിന്നെ ഇന്നഹു ലഅന വഹുവ ഫി സിയാഖി മൻ ഫഅലഹു, ആ ഒരു അവസ്ഥയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തവരെ, അമ്പിയാക്കളുടെ, നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കുകയും ചെയ്തു. വസ്വലാത്തു ഇൻദഹാ മിൻ ദാലിക, ഖബറിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കാനുള്ളത്, അതായത് ഖബറിന് അഭിമുഖമായിട്ട് നിസ്കരിക്കാം. അപ്പോൾ ഒരാൾ മരിച്ചാൽ അയാളുടെ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ആ നിസ്കരിക്കാത്ത ആൾ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാം. അത് തെറ്റില്ല, അത് ഹദീസിൽ സ്വഹിയായിട്ട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെ ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. അതല്ലാതെ സാധാരണ നിസ്കാരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഖബറിന് അഭിമുഖമായിട്ട് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ വസ്വലാത്തു ഇൻദഹാ മിൻ ദാലിക, അപ്പോൾ ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള, ഖബറിന് അഭിമുഖമായിട്ടൊക്കെ വെച്ചിട്ടുള്ള നിസ്കാരം അള്ളാഹുവിനാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും അത് എന്താണ്? ആ ഖബറിൻ്റെ അടുത്തുള്ള ആരാധനയാണ്, അത് നിരോധിക്കപ്പെട്ടതാണ്. ഇല്ലം യുബിന മസ്ജിദും, മസ്ജിദൊന്നും പണിയപ്പെട്ടിട്ടില്ലെങ്കിലും, ഖബർ കെട്ടിപ്പൊക്കെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്തിനാ പോലും, വഹു മൗന മാന കൗലിഹ, ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്കിൻ്റെ അർത്ഥം. എന്താണ് വാക്ക്? ഖശിയ അൻ യുത്തഖദ മസ്ജിദ, ഖബർ മസ്ജിദാക്കപ്പെടുമെന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ മസ്ജിദാക്കപ്പെടുമെന്ന് അവിടുന്ന് ഭയപ്പെട്ടു. കാരണം എന്താ? ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബരിഹി മസ്ജിദ, അല്ലാതെ നബിൻ്റെ ഖബറിൻ്റെ ചുറ്റും ഒരു മസ്ജിദ് പണിയും സഹാബാക്കൾ എന്നല്ല നബി ഉദ്ദേശിച്ചത്.
വകുല്ലു മൗദിഇൻ ഖസദ്ത അസ്സലാത ഫീഹി ഫഖദ് ഇത്തഖദ്തഹു മസ്ജിദ. നീ ഏതൊരു സ്ഥലത്ത് നിസ്കാരം ഉദ്ദേശിച്ചാലും അവിടെ നീ മസ്ജിദാക്കണം. അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു കെട്ടിടം പണിയൽ മാത്രമല്ല. അതാണെങ്കിലും അതിൽ പെടും. ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മ മസ്ജിദ. നിസ്കരിക്കപ്പെടുന്ന ഏത് സ്ഥലമുണ്ടോ, സ്വലാ നിർവഹിക്കപ്പെടുന്ന ഏത് സ്ഥലമുണ്ടോ അതൊക്കെ മസ്ജിദിന് പേര് പറയപ്പെടാം. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വ തുഹൂറ. എനിക്ക് ഭൂമി മൊത്തം മസ്ജിദും, അതായത് സുജൂദ് ചെയ്യപ്പെടാനുള്ള, നിസ്കരിക്കപ്പെടാനുള്ള ഇടവും ശുദ്ധിയും ആക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഖബറിൻ്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുക, ഖബറിന് അഭിമുഖമായി നിസ്കരിക്കുക, ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങൾ ആണ്. ഇതൊക്കെ ഖബറാരാധനയിലേക്ക്, വീരാരാധനയിലേക്ക് നയിക്കും എന്നതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. വലി അഹ്മദ് ബി സനദിൻ ജയ്യിദിൻ. ഇനി നല്ല പരമ്പരയോടുകൂടി അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരിൽ നിന്നുള്ള അവർ ഉദ്ധരിച്ചൊരു സംഗതി, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ മർഫൂഅൻ, റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് മർഫൂആയിട്ട് നബി പറഞ്ഞായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു റിപ്പോർട്ട്, ഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദീകുഹുമു സ്സാഅതു വഹും അഹ്യാഉ. ജീവിച്ചിരിക്കുന്നവരായിരിക്കെ അതായത് അന്ത്യനാൾ ആർക്കാണോ എത്തുന്നത് അവർ മനുഷ്യരിൽ ഏറ്റവും തിന്മയുടെ ആൾക്കാരാണ്. അപ്പോൾ നല്ല മനുഷ്യന്മാരൊക്കെ ഖിയാമത്ത് നാൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ ദിവസത്തിന് മുമ്പ് മരിക്കും എന്നർത്ഥം. വല്ലദീന യത്തഖിദൂന അൽ ഖുബൂറ മസാജിദ. ഇനി രണ്ടാമത് ഏറ്റവും മോശക്കാരായ രണ്ടാമത്തെ കൂട്ടർ, ഒരു കൂട്ടർ ആരാണ്? അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ. മറ്റൊരു കൂട്ടർ മസ്ജിദുകളെ ഖബറുകളാക്കി വരും. വല്ലദീന യത്തഖിദൂന അൽ ഖുബൂറ മസാജിദ. ഖബറുകളെ മസ്ജിദുകളാക്കി വരും. റവാഹു അബൂ ഹാത്തിം ഫി സ്വഹീഹ്. അബൂ ഹാത്തിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ പാഠങ്ങൾ, ഫീഹി മസായിലും, ഇതിൽ ചിലപ്പോൾ മസാലകൾ, പാഠങ്ങളുണ്ട് പഠിക്കാൻ. അല്ല, ഒന്നാമത് മാ ദക്കറ റസൂൽ ഫീമൻ ബനാ മസ്ജിദൻ യഅബുദുല്ലാഹ ഫീഹി ഇൻദ ഖബരി റജുലിൻ സ്വാലിഹിൻ വലൗ സഹഹത നിയ്യത്തുൽ ഫാഇലി. സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ അടുത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത്. മസ്ജിദ് പണിയുന്ന ആളെ സംബന്ധിച്ച് ഖബറിൻ്റെ അടുത്ത് വലോ സഹഹത നിയ്യത്തുൽ ഫാഇൽ, അത് ചെയ്യുന്ന ആളുടെ നീയത്ത് നല്ല നീയത്താണെങ്കിൽ പോലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, എന്നിരുന്നാൽ പോലും അതിൽ നിരോധനമുണ്ട്. കാരണം അത് പിന്നെ മറ്റു പലതിലേക്കും നയിക്കുമെന്നതാണ്. അസാനിയ രണ്ടാമത്തത് അന്നഹിയു അനി തമാസീലി, തമാസി രൂപങ്ങൾ ഉണ്ടാക്കുന്നതിലുള്ള വിലക്ക്. വഇലവുൽ അംരി ഫീ ദാലിക, ആ കാര്യത്തിലുള്ള ഗൗരവം. അസാരിത മൂന്നാമത്തെ അൽ ഇബറത്തു ഫീ മുബാലഗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിയായ ജാഗ്രത, മുബാലഗത്ത്, ആധിക്യം കാണിച്ചത്. കൈഫ ബയ്യന ലഹും ഹാദാ അവലൻ, ഇത് നബി ആദ്യം അവർക്ക് വിവരിച്ചു കൊടുത്തു. സുമ്മ ഖബല മൗതിഹി ബി ഖംസിൻ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് വീണ്ടും വിവരിച്ചു കൊടുത്തു. ഖാല മാ ഖാല, നബി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുമ്മ ലമ്മാ കാന ഫി സിയാഖി ലം യക്തഫി ബിമാ തഖദ്ദം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നമായ നേരത്ത് മുമ്പ് പറഞ്ഞുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ വീണ്ടും അതെന്ത് ചെയ്തു, ആവർത്തിച്ച് പറഞ്ഞു. അറാബിയ നാലാമത്തെ കാര്യം നഹിയു അൻ ഫിഅലിഹി ഇൻദ ഖബരിഹി ഖബല അൻ യൂജദൽ ഖബർ, ഖബർ കാണപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, അതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാകുന്നതിന് മുമ്പ് തന്നെ നബി എന്ത് ചെയ്തു, ഖബറുകൾ മസ്ജിദുകളാക്കുന്നതിനെക്കുറിച്ച് ഉള്ള നിരോധനം പറഞ്ഞു എന്നതാണ്. അൽ ഖാമിസ് അഞ്ചാമത്തെ അന്നഹു മിൻ സുനനിൽ യഹൂദി വൻ നസാറ ഫി ഖുബൂരി അംബിയാഹി, ഖബറുകൾ മസ്ജിദുകളാക്കുക, അത് ആരാധനാ കേന്ദ്രങ്ങളാക്കുക എന്നത് യഹൂദി നസാറാക്കളുടെ ചര്യകളിൽപ്പെട്ടതാണ് എന്ന് നബി വാണിംഗ് നൽകിയത്. അസാദിസ് ആറാമത്തെ പോയിന്റ് ലഅനഹു ഇയാഹും അലാദാലി, അതിന്മേൽ ആ കാരണം കൊണ്ട് അവരെ നബി ശപിച്ചു എന്നത്. അസാബി ഏഴാമത്തത് അന്ന മുറാദഹു തഹദീറുഹു ഇയാന അൻ ഖബരി, അപ്പോൾ അവരെ ശപിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അത് നമുക്ക് വാണിംഗ് നൽകാനാണ്. മുസ്ലിം ഉമ്മത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിന്തുടരുന്ന മുസ്ലിം ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു, നിങ്ങൾ എൻ്റെ ഖബർ ആരാധിക്കരുത്, ഖബറിനെ ആരാധിക്കരുത് എന്നതിലേക്ക് ആണ് ആ മുന്നറിയിപ്പ്. അസാമിലെ എട്ടാമത്തത് അൽ ഇല്ലത്തു ഫി ആദമി ഇബ്റാസ് ഖബരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പ്രൊജക്റ്റ് ചെയ്യുക, പരസ്യമാക്കാത്തതിൻ്റെ കാരണം ഇല്ലത്ത്. അത്താസിയ ഒമ്പതാമത്തത് ഫി മായന ഇത്തിഹാദിഹ മസ്ജിദ, ഖബർ മസ്ജിദാക്കുക എന്നതിൻ്റെ മായന. ഖബർ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ നേരെ മേലെ ഒരു പള്ളി പണിയിൽ എന്നത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഖബറിന് അഭിമുഖമായിട്ട് അള്ളാഹു നിസ്കരിച്ചാൽ പോലും ഖബർ മസ്ജിദാക്കുക എന്ന ഗണത്തിൽ പെടും, നിരോധനത്തിൽ പെടും.
ആശറ പത്താമത്തത് അന്നഹു ഖറന ബൈന മൻ ഇത്തഖദഹ വബൈന മൻ തഖൂമു അലൈഹി സഅ. അതായത് ഖബറിൻ്റെ മേൽ മസ്ജിദ് പണിയുന്നവർ അല്ലെങ്കിൽ ഖബർ മസ്ജിദാക്കുന്നവർ, അതേപോലെ ഈ അന്ത്യനാളിൽ ജീവിച്ചിരിക്കുന്നവരെ, ഇവർ രണ്ടുപേരെയും രണ്ടു കൂട്ടരെയും അന്വരിപ്പിച്ച് യോജിപ്പിച്ച് പറഞ്ഞു. ഇത് രണ്ടും ഷിറാറുൽ ഖൽഖാണ്. ഈ രണ്ട് വിഭാഗവും സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരാണ് എന്ന് പറഞ്ഞു. ഫദക്കറ ദരിഅതൽ ശിർക്കി ഖബല വുഖൂഇഹി മാ ഖാതിമതി. അപ്പോൾ ഷിർക്കിലേക്കുള്ള വസീലയാകുന്ന ദരിഅത്താകുന്ന ഒരു കാര്യം, അതിനെ സംബന്ധിച്ച് നബി അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഖബറാരാധനയൊക്കെ നയിക്കുമെന്നതുകൊണ്ടാണ് എന്ത് ഖബറിൻ്റെ അടുത്ത് വെച്ചിട്ട് ഖബറിന് അഭിമുഖമായിട്ട് അള്ളാഹു നിസ്കരിക്കുന്നത് പോലും വിലക്കിയത് എന്നതാണ്. അൽ ഹാദി അഷറ 11ാമത്തെ പോയിന്റ്, ദിക്റുഹു ഫീ ഖുത്ബത്തിഹി ഖബല മൗതിഹി ബിഖംസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് അവിടുത്തെ ഖുത്ബയിൽ അത് പരാമർശിച്ചിരുന്നത്. അറദ്ദു അല ത്വായിഫത്തൈനി ലത്തൈനി ഹുമാ ഷിറാറു അഹ്ലിൽ ബിദഅ. ബിദഅ കക്ഷികളിൽ ഏറ്റവും മോശക്കാരായിട്ടുള്ള രണ്ട് വിഭാഗത്തിന് എതിരെയുള്ള ഖണ്ഡനം ഇതിലുണ്ട്. ബൽ അഖ്റജഹും ബഅദു അഹ്ലുൽ ഇൽമി മിന 72 ഫിർഖ. 72 വിഭാഗങ്ങൾ മുസ്ലിങ്ങളായി മാറുമെന്ന് പറഞ്ഞില്ലേ നബിയുടെ ഉമ്മത്ത്. അതിൽ നിന്നും വിട്ട് അതിലും പെടുത്തിയിട്ടില്ല ചില പണ്ഡിതന്മാർ ഇവരെ. ആരെ? ഈ രണ്ട് വിഭാഗങ്ങൾ ആരൊക്കെയാണ്? വഹും റാഫിദത്തു വൽ ജഹ്മിയ്യത്തു. റാഫിദകളും ജഹ്മികളും ആണ് അവർ. അപ്പം ആ രണ്ട് വിഭാഗങ്ങൾ സംബന്ധിച്ച് അവർക്കെതിരെയുള്ള ഖണ്ഡനവും ഈ ഹദീസിലുണ്ട്. എന്താണ്? വബിസബബി റാഫിദത്തി, റാഫിദകളുടെ കാരണം കൊണ്ടാണ് ഹദസ ഷിർക്കു വ ഇബാദത്തുൽ ഖുബൂർ, ഷിർക്കും ഇബാദത്തുൽ ഖുബൂർ ഖബർ ആരാധനയും സംഭവിച്ചത്. എവിടെ? മുസ്ലിം ഉമ്മത്തിന്. വഹും അവ്വലു മൻ ബന അലിഹ അൽ മസാജിദ. ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ, ഖബറുകൾ കെട്ടിപ്പൊക്കി മസ്ജിദുകൾ ആദ്യം പണിതത് ആരാണ്? റാഫിദുകളാണ് എന്ന്. അസാനിയ അഷറ 12ാമത്തെ പോയിന്റ്, മാ ബുലിയ ബിഹി മിൻ ഷിദ്ദത്തിൻ നസ്ഇ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് അനുഭവിച്ച കഠിനമായ പ്രയാസം, വേദനയ്ക്ക്. അസാലിസത്തു അഷറ 13ാമത്തത്, മാ ഉക്രിമ ബിഹി മിനൽ ഖുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുല്ലത്ത്, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖുല്ലത്ത്, അതായത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന അത്യുന്നതമായ സ്നേഹം എന്ന പദവി അവിടുന്ന് നൽകി ആദരിക്കപ്പെട്ടത്. അറാബി അഷറ അത്തസ്രീഹു ബി അന്നഹ അഅ്ലാ മിനൽ മഹബ്ബത്തി. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ അതിയായ സ്നേഹമാണ്, അത് മഹബ്ബത്തിനേക്കാളും ഉയർന്നതാണ് എന്ന് വ്യക്തമാക്കൽ. അൽ ഖാമിസ അഷറ 15ാമത്തെ പോയിന്റ്, അത്തസ്രീഹു ബി അന്ന സിദ്ദീഖ അഫ്ളൽ സ്വഹാബ. സ്വഹാബാക്കൾ ഏറ്റവും ശ്രേഷ്ഠർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന കാര്യം. അസ്സാദിസത്തു അഷറ അൽ ഇശാറത്തു ഇലാ ഖിലാഫത്തിഹി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്കുള്ള ഒരു വ്യംഗ്യമായ ഒരു സൂചന നേർക്കുനേരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നയാളാണ് ഖലീഫ, അടുത്ത ഖലീഫ എന്ന് പറഞ്ഞിട്ടില്ല. സഹാബാക്കൾ പിന്നീട് ആ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാണ് ഖലീഫയെ തെരഞ്ഞെടുത്തത്.